ഡേ 11 ഓഫ് എഡെക്സ് ലൈഫ് സ്കൂൾ. അപ്പോൾ ഇന്നാണ് അവർ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നതിൻ്റെ ഇനീഷ്യൽ സ്റ്റെപ്പ് എടുക്കാൻ പോവാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അവരെ മാർക്കറ്റ് സ്റ്റഡിക്ക് വേണ്ടി നമ്മൾ പുറത്തോട്ട് വിടുകയാണ്. 2 മണി വരെ അവർക്ക് ടൈം കൊടുത്തിട്ടുണ്ട്. ആ ടൈമിൽ അവർ സ്പെസിഫൈ ചെയ്തുള്ള പ്രൊഡക്റ്റുകളെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഒരു ഓവർവ്യൂ പഠിച്ചിട്ട് വരാനാണ് അവർ പറഞ്ഞുള്ളത്. അപ്പോൾ അവർ അതിനുള്ള പ്രിപ്പറേഷനാണ് ഉള്ളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കൊന്ന് നോക്കി നോക്കാം. എടാ നിങ്ങൾ എങ്ങോട്ടാ പോകുന്നത്? നിങ്ങളുടെ പ്രൊഡക്റ്റ് എന്താ? നമ്മുടെ പ്രൊഡക്റ്റ് ബ്ലൂ കട്ട് ലെൻസ്. അവിടെ ഒരു സെയിൻ ഒപ്റ്റിക്കൽസ് അങ്ങനെ പറഞ്ഞൊരു ഷോപ്പിനെ അന്വേഷിച്ചിട്ടുണ്ട്. അപ്പൊ അവിടെ ഒന്ന് ചെന്ന് അന്വേഷിക്കണം. നിങ്ങൾ എങ്ങോട്ടാ പോകുന്നത്? ചെർപ്പശ്ശേരി ഗാലക്സിയിൽ കയറണമെന്നുണ്ട്. പിന്നെ അലോറ 2-3 ഫാൻസിൽ കയറണം എന്നുള്ള ഐഡിയ. അപ്പോൾ ഇതേപോലെ ബാക്കിയുള്ള 2 ടീമുകളുണ്ട്. എല്ലാവരും അതിന്റെ പ്രിപ്പറേഷനിലാണ്. അപ്പോൾ നമുക്കത് വന്നിട്ട് ബാക്കി വിശേഷങ്ങൾ നമുക്ക് അതിന് ശേഷം കാണാം. ഡെവലപ്മെന്റിന് വേണ്ടിയുള്ള ടോയ്സ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇപ്പം നമ്മൾ നിലവിൽ ഇതിൽ കിട്ടും. ബട്ട് നമ്മൾ ഇന്ന് 2-3 ആൾക്കാരെ കോൺടാക്ട് ചെയ്തെങ്കിലും അവരൊന്നും റിപ്ലൈ ഇതുവരെയും തന്നിട്ടില്ല. അവരെത്ര പ്രൊഡക്റ്റാണ് ബൈ ചെയ്യാമെന്നാണ് അവർ ആദ്യം ചോദിക്കുന്നത്. ഇതുവരെയും പ്രൈസോ കാര്യങ്ങളോ ഒന്നും അവർ പറഞ്ഞിട്ടില്ല. ഓക്കെ, ഈ ഞാൻ ഞായറാഴ്ച ഏതെങ്കിലും തന്നെ ഒന്ന് തുടങ്ങാം, അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പോടെ തുടങ്ങാം, അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് കമ്പനി ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാം. അതിന് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആധാർ കാർഡ്, പാൻ കാർഡ്, അഡ്രസ് പ്രൂഫ്, മൊബൈൽ നമ്പർ, ഇത് അപ്ലൈ ചെയ്യാനുള്ള സൈറ്റ് അപ്ലൈ ചെയ്യാനുള്ള കയ്യിലിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ വെബ്സൈറ്റ്. ഇത് അപ്ലൈ ചെയ്യാനുള്ളത് രജിസ്ട്രേഷൻ. പിന്നെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ രജിസ്ട്രേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട ട്രേഡ് മാർക്കാണ്. ട്രേഡ് മാർക്ക് ചെയ്യുന്നതെങ്കിൽ ഈ ഒരു വെബ്സൈറ്റിലാണ് ഇത് ട്രേഡ് മാർക്ക് ചെയ്യേണ്ടത്. പിന്നെ ട്രേഡ് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ബിസിനസ് സ്പെസിഫിക് പ്രോഡക്റ്റിനെ പറ്റിയാണ് ഇതിൽ പറയാൻ പോണത്. നമ്മൾ ബ്രെയിൻ ചെസ് കണ്ടല്ലോ. ബ്രെയിൻ ചെസ്സിൽ ആദ്യം നമ്മളിപ്പോൾ മാർക്കറ്റിൽ അത്യാവശ്യം നല്ല മൂവിങ് റണ്ണിങ് ആയിട്ടുള്ള കൊണ്ടിരിക്കുന്ന പ്രോഡക്റ്റാണ്. അതിൽ നമുക്ക് ചെയ്യുകയാണെങ്കിൽ തന്നെ ഒരു 130 പറഞ്ഞു പോയി നമുക്ക് ഏകദേശം ഒരു 150 കണക്ക് കൂട്ടാം. ആ ഒരു പ്രൈസിൽ നമുക്ക് സാധനം ഹോൾസെയിൽ എടുക്കുമ്പോൾ ഒരു 500 പീസ് എടുത്താൽ മാത്രമേ നമുക്ക് ആ ഒരു പ്രൈസിൽ കിട്ടുള്ളൂ. 500 പീസ് എടുത്താലേ നമുക്ക് 150 എന്നുള്ള റേഞ്ചിൽ നമുക്ക് ആ സാധനം വാങ്ങാൻ കിട്ടുള്ളൂ. നമുക്ക് ഇങ്ങോട്ട് കോസ്റ്റ് ആയിട്ട് വരുന്നത് അതിൻ്റെ തന്നെ എക്സ്പെൻസ്. അതിൽ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ശരിക്കും ഓൾ ഇന്ത്യ മാർക്കറ്റിലേക്കാണ്. അപ്പം ഈ ഓരോ പ്രൊഡക്ട്സിനും ചെറിയ പിള്ളേർക്ക് വേണ്ടിയിട്ടാണ് ആ സോഫ്റ്റ് സ്ക്യൂസ് പ്രൊഡക്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. എന്ന് വെച്ചാൽ ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും. ആ പ്രൊഡക്റ്റാണ് ഈ പിള്ളേർക്ക് പെട്ടെന്ന് അട്രാക്റ്റ് ആവുകയും അട്രാക്റ്റായ പേരൻസ് അത് മേടിക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. പിന്നെ രണ്ടാമത്തെ മെമ്മറി ചെസ്സാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കൺസ്യൂമേഴ്സ് കുട്ടികളാണ്, പക്ഷേ ഇതിൻ്റെ കസ്റ്റമേഴ്സ് നമ്മളിന്ന് പ്രൊഡക്റ്റ് വാങ്ങുന്നത് പേരൻസാണ്. കസ്റ്റമേഴ്സ് പേരൻസാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് പേരൻസിനെ കൺവിൻസ് ചെയ്യണം. ഈ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് പേരൻസിനെ ഒന്നും കൂടി കൺവിൻസ് ചെയ്യുന്ന രീതിയിലായിരിക്കണം നമ്മളെ പ്രൊഡക്റ്റിങ് മാർക്കറ്റിങ്ങും കാര്യങ്ങളും. അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഇൻഫ്ലുവൻസേഴ്സിനെ നമുക്ക് കോൺടാക്ട് ചെയ്യേണ്ടി വരും മാർക്കറ്റിങ്ങിൻ്റെ ഏരിയയിലേക്ക് വരുമ്പോൾ. ഈ പ്രൊഡക്റ്റിൻ്റെ ഒരു 25% മാത്രമേ ഉള്ളൂ ഓൺലൈൻ വഴി സെല് ചെയ്യുന്നത്. അധികം ഷോപ്പുകളിൽ കൂടെയാണ് ഇതിൻ്റെ സെയിൽ കാര്യങ്ങൾ നടക്കുന്നത്. അത് ഓൺലൈൻ ബൂസ്റ്റ് ചെയ്യണമെങ്കിൽ കുറച്ച് വർക്ക് ചെയ്യേണ്ടി വരും. പോകുന്ന പ്രോഡക്റ്റ് പറയുന്നത് ടീഷർട്ട് കസ്റ്റമൈസ് ചെയ്യണതിനെ കുറിച്ചിട്ടാണ്. അതാണ് ഞങ്ങളെ പ്ലാൻ എന്ന് പറയുന്നത്. അതായത് എല്ലാവരെയും കാണുന്ന മാതിരി ഈ നോർമലായിട്ടുള്ള പ്ലെയിൻ ടീഷർട്ട് അങ്ങനത്തെ കാര്യങ്ങൾ ഇപ്പം നിലവിൽ നോക്കുന്നില്ല. നമ്മൾ ഫസ്റ്റ് നമുക്ക് കസ്റ്റമൈസ്ഡാണ് മെയിനായിട്ടാണ് ഫോക്കസ് ചെയ്യുന്നത്. അതായത് എല്ലായിടത്തും കിട്ടുന്ന മാതിരി ഒരു കസ്റ്റമൈസ്ഡ് അല്ല, നമ്മളൊരു യൂണിക്കായിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ 5 സ്ലീവാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. 5 സ്ലീവാണ് കേട്ടോ വരിക. ഇത് 5 സ്ലീവാണ് ഞങ്ങൾ കസ്റ്റമൈസ് ചെയ്ത് ഇറക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ അവസരം പറയും. സപ്ലൈ നമുക്ക് ഒരു സപ്ലയറിനെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അയാൾ തന്നതിനനുസരിച്ചുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഇത്. അപ്പോൾ അയാൾ പറഞ്ഞ വെച്ചാൽ 240 GSM വരുന്നത് 250 റുപ്യ ടീഷർട്ട്, പ്ലെയിൻ ടീഷർട്ടിന്. അപ്പോൾ അതേമാതിരി 210 GSM ആണെങ്കിൽ 235 റുപ്യ. ഇനി ആസിഡ് വാഷാണ് 240 GSM ആണെങ്കിൽ 348 റുപ്യ. പിന്നെ A3 പ്രിൻറ്റിങ് വരുന്നത് വെച്ചാൽ പ്രിൻറ്റിങ്ങിന് ഇതും ടീഷർട്ട് ഏതെടുക്കുന്ന ചാൻസ് അഡീഷണൽ ആവും. A3 പ്രിൻറ്റിങ് ആണെങ്കിൽ 135 റുപ്യാണ് നമുക്ക് വരുന്നത്. പിന്നെ A4 പ്രിൻറ്റിങ് ആണെങ്കിൽ 95 രൂപ. പിന്നെ ലോഗോ പ്രിൻ്റ് പറഞ്ഞാൽ ചെറിയ ലോഗോകൾ ഉണ്ടാവുക. അപ്പോൾ അതിന് 20 രൂപ വരുന്നത്. ഷിപ്പിംഗ് ചാർജ് കേരളത്തിലാണെങ്കിൽ 60 റുപ്യയും കേരളത്തിന് പുറത്താണെങ്കിൽ 80 റുപ്യാണ് വരുന്നത്. പിന്നെ ബ്രാൻഡിങ് ഒരു ഫ്രീ ആയിട്ട് ചെയ്തു തരും, പ്രിൻറ്റിങ് ഉണ്ടെങ്കിൽ മാത്രം. അപ്പോൾ ഏതെങ്കിലും പ്രിൻറ്റിങ് ചെയ്യുന്നുണ്ടെന്ന് വെച്ചാൽ ഒരു ബ്രാൻഡിങ് ഫ്രീ ആയിട്ട് ചെയ്തു തരുമെന്ന് പറഞ്ഞു എടുത്താൽ
ഒരു പീസാണെങ്കിൽ അവർ ചെയ്തു തരും. ഉദ്ദേശിച്ച പ്രൊഡക്റ്റ് ബ്ലൂ കട്ട് ലെൻസസ് ആണ്. അതായത് UV പ്രൊട്ടക്ഷനും അതുപോലെ തന്നെ സ്ക്രീൻ ടൈം, അതായത് എല്ലാ മോസ്റ്റ്ലി ഇപ്പോൾ സെക്കൻഡ് സ്ലൈഡ് ഇപ്പോൾ റിസർച്ച് ചെയ്തപ്പോൾ മനസ്സിലായത് എന്താണെന്ന് വെച്ചാൽ മോസ്റ്റ്ലി ഇപ്പോൾ 91% ഹൗസ് ഹോൾഡ്സിൽ ഇപ്പോൾ ഇൻ്റർനെറ്റ് കണക്ഷൻ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഉദാഹരണം എന്താണെന്ന് വെച്ചാൽ സ്ക്രീൻ യൂസേഴ്സ് ഇപ്പോൾ കൂടുതലാണ്. അപ്പോൾ നമ്മുടെ മാർക്കറ്റും അതുപോലെ തന്നെ ഹൈ ആണ്. പിന്നെ ഇപ്പോൾ ഇന്നലെ കുറേ കമ്പനീസിനെ കണക്ട് ചെയ്തപ്പോൾ മനസ്സിലായെന്ന് വെച്ചാൽ ലോയൽ എന്ന് പറഞ്ഞൊരു കമ്പനിയെ കുറിച്ച് പറഞ്ഞ്, അതായത് ഫ്രണ്ട് വഴിയാണ്, ആ ഫ്രണ്ട് അവിടെ വർക്ക് ചെയ്യണതാണ്. അപ്പോൾ അവൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ലോയൽ എന്ന് പറഞ്ഞൊരു കമ്പനിയിൽ മനസ്സിലായെന്താണെന്ന് വെച്ചാൽ കുന്നോളം എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ഈ ഒരു സാധനം അവൈലബിൾ ആണ്. അവിടെ ഉണ്ട്, പക്ഷേ കുറച്ച് ചീപ്പായിട്ടുള്ള പ്രൊഡക്ട്സാണ് അവിടെ ഉള്ള. അപ്പോൾ അവിടെ ഒന്ന് സ്റ്റഡി ചെയ്യണമെന്നുണ്ട്. അപ്പം അങ്ങനെ 2 സ്പോട്ട് ഇട്ടിട്ടുണ്ട്. ഹോപ്പ് യു ആൾ ഹാവ് എ ഗുഡ് ഡേ. സോ ഞങ്ങൾ ഒരു പുതിയ ഫ്രാഗ്രൻസ് ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. വൈറ്റ് ലേബലിംഗ് ആണ് ചെയ്യുന്നത്. ഇതാണ് ഞങ്ങളുടെ ബ്രാൻഡിൻ്റെ പേര്. ഞങ്ങൾ ഇതിനൊരു ചെറിയൊരു വീഡിയോ സെറ്റാക്കിയിട്ടുണ്ട്. അത് സ്ലൈഡ്. സോ ഗൈസ്, നിങ്ങൾ ഇപ്പോൾ വിചാരിക്കണ്ടാവും എന്താണ് ഈ ഫസ്റ്റ് വ്ലോഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞുതരാം. സോ നമ്മുടെ ഇന്നത്തെ ഫസ്റ്റത്തെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ, അപ്പോൾ നമ്മൾ ഇന്നൊരു ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്യാൻ പോണേ. അതായത് ലെൻസിനെ കുറിച്ച് ചെയ്തിട്ട് നിങ്ങൾക്കറിയായിരിക്കും ബ്ലൂ കട്ട് ലെൻസസ്. സോ അതാണ് നമ്മുടെ ബ്രാൻഡ്. സോ നമ്മുടെ ടീം അവിടെ ആ റൂമിൽ റിസർച്ച് നടത്തുന്നുണ്ട്. നമുക്ക് അവരെ പരിചയപ്പെടാം. സോ മെയിനായിട്ട് നോക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചെർപ്പളശ്ശേരി, കേരള ആ ഭാഗത്തുള്ള ആൾക്കാരെയാണ് നമ്മൾ കണക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ നമ്മ ഇന്ന് ആ മാർക്കറ്റിലോട്ട് ഇറങ്ങാൻ പോണേ. സോ ഇതാണ് നമ്മുടെ ടീം. നമ്മൾ ആദ്യം തന്നെ ചെയ്യുന്ന വെച്ചാല് ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് റിയൽ വേൾഡിൽ റിസർച്ച് ചെയ്യുക. നമ്മുടെ മാർക്കറ്റിന്റെ സാധ്യതകളും അതേക്കുറിച്ച് എഡ്യൂക്കേറ്റ് ചെയ്യുക. നമ്മുടെ പ്രൊഡക്റ്റ് നമുക്ക് എങ്ങനെ കസ്റ്റമേഴ്സിലേക്ക് ഇൻഫ്ലുവൻസ് ചെയ്യണം എന്നുള്ള രീതിയിലേക്ക്. സോ നമ്മുടെ ഫസ്റ്റ് പ്ലാൻ എന്ന് പറഞ്ഞാൽ, ഇവിടെ തൊട്ടടുത്തുള്ള 2-3 ഒപ്റ്റിക്കൽ ഷോപ്സ് ഉണ്ട്. സോ അവിടെ ചെന്നിട്ട് അവർക്ക് ഇവിടെ നിന്നാണ് സാധനം കിട്ടുന്നത്, പിന്നെ അതിന്റെ പ്രൊഡക്റ്റ് ക്വാളിറ്റി, ബാക്കി എല്ലാ കാര്യങ്ങളും അവിടെ ചെന്നിട്ട് ഡയറക്റ്റ് റിസർച്ച് ചെയ്യാന്നുള്ള പ്ലാനാണ്. സോ ബാക്കി അവിടെ നിന്ന് വെച്ചാണ്. റെഡി 1 2 3 സ്റ്റാർട്ട്. വരിക ഇതില് ബ്രാൻഡഡ് ലെൻസ് ഒക്കെ ഇതൊക്കെ MRI ആയിരിക്കും. MRI എന്ന് വെച്ച് കഴിഞ്ഞാൽ അൺബ്രേക്കബിൾ ലെൻസ് ആയിരിക്കും, റീപ്ലേസ് ചെയ്തുകൊണ്ട് ലെൻസ്. ഇതും നോർമൽ കമ്പനി ലെൻസുകളൊക്കെ ഇതും MRI ആയിരിക്കും. ബ്രാൻഡിന്റെ 1.59ഉം നോർമൽ കമ്പനിയുടെ 1.6ഉം പോളി ആയിരിക്കും. പോളി എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊട്ടിപ്പോവാത്ത ലെൻസ് ആയിരിക്കും. ഫൈബർ ലെൻസ് ആണ്, പൊട്ടിപ്പോകില്ല. അൺബ്രേക്കബിൾ ലെൻസ്, അത് പൊട്ടിപ്പോയാലും കമ്പനി റീപ്ലേസ് ചെയ്തിട്ട്. അങ്ങനെയാണ് മെറ്റീരിയൽ, ടൈപ്പ് ഓഫ് ലെൻസ്, ടൈപ്പ് ഓഫ് മെറ്റീരിയൽസ്, ടൈപ്പ് ഓഫ് കോട്ടിങ്സ്. ഇനി എന്താ, അതാണ് സിംഗിൾ വിഷൻ ലെൻസ് കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്ന. നമ്മൾ ആ ലെൻസ് പറഞ്ഞു കൊടുക്കും. അങ്ങനെ ആ ലെൻസ് പറഞ്ഞു കൊടുത്തിട്ടപ്പോൾ അവർ പറയും എനിക്ക് അങ്ങനെ ഒരു അത്യാവശ്യം കോസ്റ്റ് വരുന്നുണ്ട്. 4500 മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. SLO എന്ന് പറഞ്ഞ കമ്പനിയുടെ ലെൻസാണ്. ഓക്കെ, നമ്മൾ ഇന്ന് മാർക്കറ്റിൽ ഒരു സ്റ്റഡി നടത്തിയതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് മനസ്സിലായത് ഇതിനൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഓക്കെ, ചില ഷോപ്പിൽ ചെന്നപ്പോൾ നമുക്ക് മനസ്സിലായി ചില പ്രൊഡക്റ്റ് അവിടെ ഇല്ല, ഔട്ട് ഓഫ് സ്റ്റോക്കാണ്, സാധനത്തിന് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അപ്പം നമ്മൾ ഇന്ന് മുതൽ ഒരു ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്ത് സ്റ്റോറി ഇൻസ്റ്റയിൽ ഒരു പേജ് തുടങ്ങുകയാണ്. അതിനകത്ത് ഫോൺ അഡിക്ഷൻ്റെ ഡിസഡ്വാൻറ്റേജ് എല്ലാം അതിനെ കുറച്ചൊരു അവയർനെസ് ക്ലാസ് ആയിട്ട് ഇന്ന് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുകയാണ് ഞങ്ങൾ ടീം. ഓക്കെ, ഇനി നാളെ ഞങ്ങൾക്കിടെ ജേണി അതിനകത്ത് പോസ്റ്റ് ചെയ്യുകയാണ്. പിന്നെ ഈ ആഴ്ച തന്നെ ഏകദേശം ഈ ആഴ്ച അല്ലെങ്കിൽ അടുത്ത ആഴ്ച തന്നെ നമ്മുടെ പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. ഓക്കെ, പോയി എന്താ ചെർപ്പളശ്ശേരിയും മറ്റൊടത്തൊക്കെ
ഓരോ കടയിൽ പോയി ചോദിച്ചു എങ്ങനെയൊക്കെ ക്ലോത്തൊക്കെ എങ്ങനെ വരുന്നത്, അപ്പോൾ എങ്ങനെ ഡിമാൻഡ് ഉള്ളത്, എങ്ങനെ സാധനം പോകണത് എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഓല് പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ റെഗുലർ ഫിറ്റ് പ്ലെയിൻ ആണെങ്കിലും അങ്ങനെ ചിലവ് കുറവാണ്, അപ്പോൾ അതൊന്നും പോണില്ല അങ്ങനെയൊക്കെ ഓല് പറഞ്ഞത്. ഇപ്പോൾ ഓവർസൈസ് ചോദിച്ചാലും പ്ലെയിൻ ഓല ഇറക്കണത് വളരെ കുറവാണ്. ആകെ ഇപ്പോൾ മുസ്തഫാൻ്റെ കടി കണ്ടു, പിന്നെ അവനും കുറച്ച് കളർ മാത്രമേ പ്ലെയിൻ ഇറക്കണുള്ളൂ, ബാക്കിയൊക്കെ ഓരോ ഡിസൈനും കാര്യങ്ങളൊക്കെ എല്ലാം ഇറക്കണത്. പിന്നെ വേറെ കടയിലൊന്നും ഞാൻ പ്ലെയിൻ കണ്ടില്ല. പ്ലെയിൻ ഇല്ലത് ഒരു മറ്റേ സ്റ്റുഡിയോയിലില്ലേ ബ്ലാക്ക്, അങ്ങനത്തെ ടൈപ്പിനെ കണ്ടത്. അതിന് തന്നെ അത്യാവശ്യം വില ഇട്ടാണ് കണ്ടതും. പിന്നെ അത് 180 അങ്ങനെ ചെറിയ GSM കട്ടില്ലാത്ത ടൈപ്പാണ് കണ്ടത് റെഗുലർ ഫിറ്റിൽ. വേറെ ഓവർസൈസിൽ നോക്കുമ്പോൾ ചെറിയ ഡിസൈനും കാര്യങ്ങളും വരുന്നതാണ് ഉള്ളത്. അതിന് അത്യാവശ്യം വിലയും കണ്ടു. ഓലൊക്കെ പറയണത് ഇതാണ്, പ്ലെയിൻ അങ്ങനെ പോകണില്ല എന്നാണ് പറഞ്ഞത്. ഇവിടുത്തെ അനുസരിച്ചാണോ ഇനി വേറെ അടുത്ത് പോകുന്നത് നമുക്കറിയില്ല, ഇവിടുത്തെ അനുസരിച്ച്. അപ്പോൾ ഓലോട് ചോദിച്ചപ്പോൾ എന്താ പോകാത്ത ചോദിക്കുമ്പോൾ അത് വാങ്ങുന്നെങ്കിൽ വയസ്സായ ആൾക്കാരൊക്കെയാണ്. ഇപ്പോൾ അവർക്ക് ഇപ്പോൾ ഈ ഓവർ സൈസും കാര്യങ്ങളൊന്നും ഇഷ്ടമല്ല, പ്രിൻറ്റ് വേണ്ട അങ്ങനെ തോന്നുന്ന പോലെ മാത്രമേ ഉള്ളൂ അങ്ങനത്തെ വാങ്ങില്ല. ഓട്ടെ പിന്നെ ഇവിടെ കൊടുന്നിറക്കല്ല എന്ന് പറഞ്ഞു. പിന്നെ ഒരു ഓപ്ഷൻ ആണല്ലേ മുസ്തഫ പറഞ്ഞത്, എന്താണ് ഇപ്പോൾ ഹോൾസെയിലായിട്ട് ഓൻ ഇറക്കി തരാം, അതിൽ ഓന് കൊറിയർ ഫീസും പിന്നെ ഓൻ്റെ ഒരു കമ്മീഷൻ എടുത്തിട്ട് ബാക്കി പൈസ ഇപ്പം പ്ലെയിൻ ടീഷർട്ട് എടുക്കണമെങ്കിൽ അതിലിപ്പോൾ 400 റുപ്യ മൊത്തം അവിടെ ചിലവ് വരും, ബാക്കി നമുക്ക് വിടാമെന്ന് പറഞ്ഞു. ബാക്കി നമ്മൾ ഇൻസ്റ്റയിൽ എത്ര കഴിക്കണം, അതായത് ടീഷർട്ടിന് ഞാൻ ചോദിക്കണത് കൊറിയർ ചാർജ് 60 റുപ്യാണ്, 350 റുപ്യ ഹോൾസെയിൽ റേറ്റിനാണ്, എത്ര റുപ്യ കൂടുതലപ്പോൾ? അല്ല നമുക്ക് കൊറിയറിൽ പോസ്റ്റ് ഓഫീസ് വഴി അങ്ങനെ ആയിട്ടത് അപ്പോൾ കുറേ ചിലവ് 20 റുപ്പീസോ അങ്ങനെ എന്തോന്നുള്ളത് വരുന്നത്. ചോദിക്കണതേ ഈ സെയിം ഓഫർ നിങ്ങൾക്ക് വേറെ തന്നോ? ഏത് സെയിം ഓഫർ? ഇതിലുള്ള പ്രശ്നം എൻ്റെ ഫോൺ എടുത്താ ഇതിലുള്ള പ്രശ്നം വെച്ചെങ്കിൽ ഇപ്പൊ ഇവരെ സെയിം പ്രൊഡക്ട്സ് ആണ് നമുക്ക് പണി കുറവാണ്. ഇപ്പൊ നിങ്ങൾ ഈ ഇട്ട 5 ഷർട്ട് സെല് ചെയ്യണമെങ്കിൽ പണി കൂടുതലാണ്, കാരണം ആ ഷർട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവർക്ക് എക്സൽ ആകാൻ ചോദിക്കുന്നുണ്ടാവുക, അത് ഉണ്ടാവുന്നില്ല. ഈ ഷർട്ട് ചിലപ്പോൾ മീഡിയം ഒക്കെ ചോദിക്കണം, അത് ചിലപ്പോൾ ഉണ്ടാവില്ല. നമുക്ക് കച്ചവടം നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ആഡ് റൺ ചെയ്ത് കസ്റ്റമറെ കിട്ടിങ്ങാണ്ട് പൊട്ടുക ചെയ്യാം, നമുക്ക് അത് തന്നെ മതിയാവും, മനസ്സിലായോ? പക്ഷെ നമ്മളൊരു സെയിം ഒരു ടീഷർട്ട് ഒരു പ്ലെയിനിൽ ബ്ലാക്ക് അല്ലെങ്കിൽ വാട്ടോ ഒരു പ്രിന്റിങ് ഓക്കെ അങ്ങനെയാണ് തന്നെ നമുക്ക് പ്രശ്നമില്ല, കാരണം നമ്മുടെ സാധനം ഉണ്ട്. അപ്പോൾ പറഞ്ഞ പ്രിന്റ് PDF ഇട്ട് പ്രിന്റ് കൊടുത്താൽ മതി ഒന്ന്, അല്ലെങ്കിൽ പ്ലെയിൻ ആണെങ്കിൽ പ്ലെയിൻ ആണെങ്കിൽ ടെൻഷനില്ല. പ്ലെയിനിൽ റെഗുലർ ഫിറ്റ് അല്ല, ഓവർ സൈസ് ആണ് കൂടുതൽ കസ്റ്റമർ ഇപ്പോൾ ഡിമാൻഡ് എന്ന് പറയുന്നത്. 240 അതിൽ ഞങ്ങളിപ്പോൾ 2-3 സപ്ലൈസ് നോക്കിയിരുന്നു. അതിൽ ഒരു കസ്റ്റമർ എന്ന് വെച്ചാൽ മിനിമം ഓർഡർ 300 പീസ് അങ്ങനെ അവർ ബൾക്കായിട്ട് ചെയ്യുന്നവരുന്നു. അങ്ങനെ ചെയ്യും അവർ ഏകദേശം ഒരു 100-300 കറക്റ്റ് പറഞ്ഞിട്ടില്ല ഞാൻ മെസ്സേജ്. പിന്നെ അതല്ലാതെ പ്രിന്റഡ് നോർമലായിട്ട് ഷോപ്പിൽ കൊടുക്കുന്നത് അതാണെങ്കിൽ ഒരു 300 റുപ്പീസ് സ്റ്റാർട്ടിങ് വരുന്നത്, പ്ലെയിൻ അല്ല ബാക്കിയുള്ള ഡിസൈൻസ്. ഇതിപ്പോൾ എന്താ അറിയോ, നമുക്ക് ഇതിൽ നെറ്റ്വർക്ക് എവിടെ പോയാലും നമുക്ക് എന്തുണ്ട് ഇതിന് പറ്റുന്ന ആളുകളുണ്ട്. പക്ഷെ അത് സ്പൂൺ ഫീഡിങ് പോലെ നിങ്ങൾക്ക് അതിന് പെയിന് കിട്ടൂല. അപ്പൊ അജ്മലിക്ക് മുമ്പേ അജ്മലിനൊക്കെ അറിയാം, ഞാൻ കണക്ട് ചെയ്ത് കൊടുക്കാത്തതുകൊണ്ടാണ് അജ്മൽ ഇവര് എഫേർട്ട് ഇട്ട് വന്നതിന് ശേഷം അജ്മലിനെ കണക്ട് ചെയ്ത് കൊടുത്തത്. ഇതിപ്പോൾ ഞാൻ ഒരിക്കലും വിളിച്ചിട്ട് നിങ്ങൾ ചെയ്ത് കൊടുക്കുന്ന കാരണം എന്താ അറിയോ, നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല, അതിന്റെ പെയിന് നിങ്ങൾക്ക് അറിയാൻ പോകുന്നില്ല, മനസ്സിലാവുന്നുണ്ടോ? ഞാനിപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞ പരിപാടി ഒന്നും ചെയ്യാൻ എനിക്കത് എങ്ങനെ ചെയ്യാന്ന് കറക്റ്റ് അറിയാം. ഹലോ, ഒരു മലപ്പുറത്ത് അന്വേഷിച്ചു പറഞ്ഞില്ലേ ഒരു നമ്മളെ ഏതാണ് ബ്രാൻഡ്, ഞാൻ നിങ്ങളോട് മക്കളെ കുറച്ച് കഴിയുമ്പോൾ മൊത്തം ഫ്രണ്ടിൽ കൊടുക്കാം. ആ ബാക്കിൽ തട്ടി ഭയങ്കര ബോറാവും. കുറച്ച് നമുക്ക്